പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അങ്ങേ തിരുസന്നിധിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും അങ്ങയോട് പ്രാർത്ഥിക്കുവാനും വലിയ സ്നേഹത്തിലും വിശ്വാസത്തിലും ശരണത്തിലും അങ്ങയുടെ ശക്തി അനുഭവിക്കാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കുരിശുമാനത്തിന്റെ യോഗ്യതയാലും കർത്താവ് ഞങ്ങളോട് പറഞ്ഞ വചനത്തിന്റെ ശക്തിയാലും സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടലിനാലും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, നിങ്ങളുടെ സജീവ സാന്നിധ്യവും സഹായവും സംരക്ഷണവും ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും ഞങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് യഥാർത്ഥമായ അനുഭവം സത്യത്തില് നമുക്കുണ്ടാകണമെങ്കിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക. യഥാർത്ഥമായ സത്യം നമ്മൾ അറിയണം, ആ സത്യത്തിനനുസരിച്ച് ജീവിക്കണം. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി അസത്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മീഡിയക്കാര് പലതും പറയും അസത്യങ്ങള്, മാധ്യമങ്ങള് അസത്യങ്ങൾ പറയും, രാഷ്ട്രീയക്കാര് അസത്യം പറയും, കോടതി പോലും ചില അസത്യങ്ങൾ പറയും, കൂട്ടുകാര് അസത്യം പറയും, സിനിമകൾ, ഒത്തിരിയേറെ മീഡിയ മേഖലയിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, റീലുകള് അസത്യങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ സത്യം അറിഞ്ഞ് അത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സത്യമാണ് നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും എല്ലാം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞ സത്യം നിങ്ങൾ അറിയണം. സത്യമാണ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാണ്. സത്യത്തെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അവിടുത്തെ വചനമാണല്ലോ സത്യം. സത്യമാകുന്ന വചനമാകുന്ന യേശുവാണ് യഥാർത്ഥമായ സത്യം. ഈ സത്യം ആണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. കർത്താവിന്റെ വചനം അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? അതാണ് സത്യം. ഇന്ന് ലോകം മുഴുവനും നാട്ടുകാരും പല വീട്ടുകാരും രാഷ്ട്രീയക്കാരും മീഡിയകളും സിനിമകളും നിയമ സംവിധാനങ്ങളും ഈ നിയമത്തിനെതിരെ, ഈ സത്യത്തിനെതിരെ, വചനത്തിനെതിരെ നിയമങ്ങൾ പാസാക്കാനും ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും കിണഞ്ഞ് പരിശ്രമിക്കും. അതിൽ UN ഉണ്ട്, സംഘടനകളുണ്ട്, ഗേ മാരേജ്, ലിവിങ് ടുഗദർ, ഒത്തിരിയേറെ പൈശാചികമായ അസത്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് യഥാർത്ഥമായ സത്യം കർത്താവിന്റെ വചനമാണെന്ന് ഈശോ പറയണം. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. പൗലോസ് ശ്ലീഹ പറയണ്, അവിടുത്തെ വചനം തികച്ചും സ്വീകാര്യവും സത്യവുമാണ്. കർത്താവിന്റെ വചനമാണ് സ്വീകാര്യം, അതാണ് സത്യം, അതേ സ്വീകരിക്കാവൂ. വേറെ പലരും പലതും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അസത്യങ്ങൾ കൊണ്ട് ചുറ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില അസത്യങ്ങൾ, നുണ പലവട്ടം പറഞ്ഞാൽ അത് സത്യം പോലെ തോന്നും. അതുപോലെയാണ് സത്യമറിയാത്ത മക്കള്, സത്യമറിയാത്ത കുടുംബങ്ങള്, സത്യമറിയാത്ത വൈദികര്, സത്യമറിയാത്ത അഭിമന്യ പിതാക്കന്മാര്, സത്യമറിയാത്ത സന്യസ്തര്, യഥാർത്ഥമായ സത്യം വിട്ടുപോയ മാനവകുലം, രാഷ്ട്രീയക്കാര്, രാജ്യങ്ങൾ, സംവിധാനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സത്യം അറിയാത്തതാണ് ഇന്നത്തെ നാശത്തിന്റെയും തകർച്ചയുടെയും അടിമത്തത്തിന്റെയും ബന്ധനത്തിന്റെയും പിശാചിന്റെ അവകാശത്തിന്റെയും അടിമത്തത്തിന്റെയും ഒക്കെ കാരണം. നുണയുടെ പിതാവായ പിശാച് അസത്യങ്ങൾ വച്ച് വിളമ്പിക്കൊണ്ട് ലോകം മുഴുവനും അവന്റെ പിടിയിൽ അമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യഥാർത്ഥമായ സത്യം പ്രിയപ്പെട്ട മക്കളെ അറിയുക എന്നുള്ളത് എന്റെയും നിന്റെയും നിന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും എല്ലാ വൈദികരുടെയും എല്ലാ മനുഷ്യ മക്കളുടെയും ദൗത്യമാണ്, കടമയാണ്, ഉത്തരവാദിത്വമാണ്. സത്യം എന്തെന്നൊക്കെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് അവിടുത്തെ വചനമാണ്, അത് സ്വീകാര്യമാണ്, സത്യമാണ്, അതാണ് വഴി. അതല്ലാതെ ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ,
സത്യം അറിയാത്ത അവസ്ഥയിൽ നിന്ന് സത്യം അറിഞ്ഞ് ആ സ്വാതന്ത്ര്യവും ആ സമാധാനവും അതിലൂടെ ലഭിക്കുന്ന യഥാർത്ഥമായ വഴിയിലൂടെയുള്ള ജീവിതവും നമ്മെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യാനസ്ഥാനത്തിൽ സത്യം അറിയാനുള്ള കൃപ നൽകി, സത്യം തന്നെയായ കർത്താവേ, വചനം തന്നെയായ കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും നയിക്കണമേ. ഒപ്പം സഭയ്ക്കും വൈദികർക്കും സന്യസ്തർക്കും അഭിവന്യ പിതാക്കന്മാർക്കും നാനാജാതി മതസ്ഥർക്കും വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സത്യം അറിഞ്ഞ് ജീവിക്കാൻ ഇടയാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങാണ് സത്യം, അങ്ങയുടെ വചനമാണ് സത്യം. ആ വചനമാണല്ലോ കർത്താവെ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. അങ്ങയുടെ വചനം മാത്രമാണ് സത്യമാണ്. അതുകൊണ്ട് കർത്താവെ, അത് സ്വീകരിച്ച് അത് വിശ്വാസയോഗ്യമാണെന്ന് അങ്ങ് തന്നെ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ കർത്താവെ. അത് മനസ്സിലാക്കിക്കൊണ്ട് സത്യമാകുന്ന അങ്ങയുടെ വചനത്തെ സ്വീകരിക്കാനും അനുസരിക്കാനും കർത്താവെ ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും സകല മക്കൾക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് അസത്യങ്ങൾ ഏറെ കേൾക്കുന്നു. ഇത് കുഴപ്പമില്ല, ഇത് സാരമില്ല, ഇതൊക്കെ എങ്ങനെയാണ്, ഇത് ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെ പല പല അസത്യങ്ങൾ കർത്താവെ. നിയമങ്ങൾ പോലും കോടതി പാസ്സാക്കുന്നു, രാഷ്ട്രീയങ്ങൾ പാസ്സാക്കുന്നു, നിയമസഭകൾ പാസ്സാക്കുന്നു കർത്താവെ വചനത്തിനെതിരെ. കർത്താവ്, ഞങ്ങൾ അങ്ങയോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് എല്ലാം വെളിപ്പെടുത്തി തന്നു, സത്യം വെളിപ്പെടുത്തി തന്നു, അങ്ങയെ തന്നെ വെളിപ്പെടുത്തി തന്നു. വചനം ഞങ്ങൾക്ക് നൽകി വിശ്വാസയോഗ്യമായ, ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന, ഞങ്ങളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന, ഞങ്ങൾക്കെല്ലാം നൽകുന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന സത്യം തന്നെയായ വചനം തന്നെയായ അങ്ങയെ ഞങ്ങൾക്ക് നൽകിയിട്ടും കർത്താവേ, പ്രകാശത്തിന് പകരം അന്ധകാരത്തെ സ്നേഹിക്കുന്ന മക്കള്, സത്യത്തെ വിട്ട് അസത്യത്തെ സ്നേഹിക്കുന്ന മക്കള് ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ ജീവിതങ്ങളുടെയും നാശത്തിന്റെ തകർച്ചയുടെ അടിസ്ഥാനപരമായ കാരണം അസത്യത്തിന്റെ പിന്നാലെ പോയതാ കർത്താവ്. ലോകം മുഴുവനും അസത്യത്തിന്റെ സ്വരം കേൾക്കുമ്പോ, അസത്യം പ്രമോട്ട് ചെയ്യുമ്പോ, അസത്യം വലിയ മഹത്വവൽക്കരിക്കപ്പെടുമ്പോ കർത്താവേ, സത്യത്തിന് വിലയില്ലാത്ത പോലെ തോന്നിപ്പോ. എന്നാലും സത്യത്തിനും മാറ്റമില്ല, പ്രകാശത്തിന് മാറ്റമില്ല, വചനത്തിന് മാറ്റമില്ല. അങ്ങ് പറഞ്ഞില്ലേ, ആകാശവും ഭൂമിയും കടന്നു പോകുന്നോളം എന്റെ വചനത്തിൽ നിന്ന് വള്ളിപ്പുള്ളി മാറത്തില്ല. ഈ വചനത്തെ സ്വീകരിക്കാൻ, സത്യത്തെ സ്വീകരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാകട്ടെ. പ്രാർത്ഥിക്കും മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, നമ്മുടെ സന്യസ്തർക്ക് വേണ്ടി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, ക്രൈസ്തവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം സത്യം അറിഞ്ഞാൽ മാത്രമേ ലോകം രക്ഷപ്പെടത്തുള്ളൂ. നാനാജാതി മതസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, സത്യം യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നല്ലോ. ആ സത്യം അറിയാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. നമ്മുടെ യുവമക്കള്, നമ്മുടെ ജീവിത പങ്കാളി മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും സത്യം അറിയട്ടെ. ആ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സത്യമറിയാതെ പോകുന്ന എല്ലാ മക്കളും അന്ധകാരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിനു വേണ്ടി ജീവിക്കാൻ, സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ വിശുദ്ധരെ പോലെ, രക്തസാക്ഷികളെ പോലെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സത്യമാകുന്ന കർത്താവേ, വചനത്തിലൂടെ സത്യം വെളിപ്പെടുത്തുന്ന കർത്താവേ, ആ സത്യത്തിന്റെ ശക്തി വചനം എല്ലാ മക്കൾ നിറയപ്പെടട്ടെ. ഈ അഭിഷേകത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.